മായാജാലക്കാരി കൂടെ ഉണ്ട്. അതുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കുന്നതാ നല്ലത്. ഞങ്ങളൊന്ന് ചെന്ന് വിരട്ടി വിട്ടാലോ? ഭീഷണിയും നിർബന്ധവും കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിന് പറ്റിയത് ഇവളാണ്. നിന്റെ വശീകരണ ശക്തി അവനിൽ പ്രയോഗിക്ക. സഹായത്തിന് ഇവരും ഉണ്ടാവും നിന്റെ കൂടെ. അവനെ നിന്റെ മാസ്മരിക ശക്തി കൊണ്ട് വശീകരിച്ച് അടിമയാക്കി ബന്ധിക്ക്. ശരി, ഞാനത് ചെയ്യാം. ആരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് മനീഷ. സന്ദീപിന്റെ മുത്തശ്ശിയല്ലേ? അതെ. എന്താ വന്നത്? ഞാൻ വന്നത് സന്ദീപിനെ അന്വേഷിച്ച. അല്ല, ആളില്ലേ മുത്തശ്ശി ഇവിടെ? ഇല്ല, അവൻ പുറത്തേക്ക് പോയിരിക്കെ. എപ്പോ വരുമെന്ന് അറിയില്ല. അവനെ കണ്ടിട്ട് എന്താ അത്യാവശ്യം? അത്യാവശ്യം എന്താന്ന് വെച്ചാ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോ ഒരുപാട് വർഷങ്ങളായി മുത്തശ്ശി. ഞാനങ്ങ് അബ്രോഡ് ആയിരുന്നേ. നാട്ടിലെത്തിയപ്പോ പഴയ ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോ സന്ദീപിനെ ഞാൻ അന്വേഷിച്ചു. സന്ദീപിന്റെ ഒരു ഫ്രണ്ടാ എനിക്ക് നമ്പർ തന്നത്. സന്ദീപിനെ എങ്ങനെയാ കുട്ടിക്ക് പരിചയം? ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. എന്ന് വെച്ചാ LKG മുതൽ 5th സ്റ്റാൻഡേർഡ് വരെ. അതിനുശേഷമാ ഞാൻ പിന്നെ സ്കൂള് മാറിപ്പോയത്. 5th പഠിക്കുമ്പോഴാ ഞാന് സന്ദീപും ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെതാ ഇപ്പോ ഇവിടെ വെച്ച് കാണാൻ പോവാ. അല്ല, കുട്ടി വരുന്ന കാര്യം അവനെ അറിയിച്ചോ? അറിയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു, പക്ഷെ കോൾ എടുത്തില്ല. ഞാൻ വിശദമായി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ചു പറയട്ടെ. കോള് പോകുന്നതേ ഇല്ലല്ലോ. ഇതെന്തു പറ്റി? ഞാനും വിളിച്ചിട്ട് കോള് പോകുന്നതേ ഇല്ല. സാരമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അല്ല മുത്തശ്ശി, എന്റെ എന്താ ഇവിടെ തന്നെ നിർത്തിയേക്കണേ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? ആ, കയറി വരൂ, വാ. ഇത് സന്ദീപിന്റെ തന്നെ ഗസ്റ്റ് ഹൗസ് അല്ലേ? അതെ, ഞങ്ങള് മൂകാംബിക ദേവിയെ തൊഴാൻ വരുമ്പോ ഇവിടെയാ തങ്ങാറുള്ളത്. മുത്തശ്ശി സന്ദീപും കുറെ ദിവസം ഇവിടെ ഉണ്ടോ? ആ, സന്ദീപിന്റെ അമ്മയുണ്ടായിരുന്നു. അവരൊക്കെ കഴിഞ്ഞ ദിവസം തിരിച്ചുപോയി. സന്ദീപ് എന്താ പിന്നെ തിരിച്ചു പോകാതിരുന്നത്? അത് പിന്നെ കാര്യമൊക്കെ എനിക്കറിയാം. അവൻ ഇവിടെയുള്ളൊരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? അല്ല, അതൊക്കെ കുട്ടിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ അറിഞ്ഞു. ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതിന്റെ നിരാശയിലാണ് അവനെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ അവനെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇത്രയും ദൂരത്തുനിന്ന് ഞാനിങ്ങി വന്നത്. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, സന്ദീപിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ എല്ലാ കാര്യവും ആ സുഹൃത്തിനോട് ഷെയർ ചെയ്യും. അവൻ പറഞ്ഞ ഞാനിതൊക്കെ അറിഞ്ഞത്.
കടരോഗം